तो गाइस आज मॉर्निंग में आज एक नया डिश बनाने जा रहे हैं जो मेरे हस्बैंड को बहुत पसंद है। तो गाइस ये देखिए, ये निकालने जा रही हूँ मैं इसके मोरंगी के पत्ते और इसके फूल का एक नया डिश बनाने जा रही हूँ। गाइस मैं आपको दिखाती हूँ अभी वो कैसे बनाते हैं। ओके तो गाइस ये देखिए, ये मुरंगिया पू है, मुरंगिया का फ्लावर है और ये पत्ते हैं। तो गाइस और इसको आटा के, इसको छोटे छोटे काट के अभी आटा के अंदर इसको मिक्स करेंगे और ये बन रहा है गाइस हमारा पुदीने के चटनी। अभी इसका प्रोसेस अभी करना है गाइस। ये सब क्लीन करके रख दिया है मैंने। ये पुदीना चटनी है, ये दोनों कॉम्बिनेशन बहुत अच्छा लगता है। तो गाइस मैं दिखाती हूँ अभी इसको लास्ट में। ओके ഗൈസ് ആദ്യത്തെ നമ്മുടെ ഇവിടെ മുരിങ്ങ പൂവ് മുരിങ്ങ ഇല എല്ലാം കണ്ടിച്ചിട്ട് പിന്നെ ഇതിനകത്ത് ഇച്ചിരി ആട്ട ഇട്ടിട്ട് നമ്മുടെ ഇത് വേണവരനുസരിച്ച് ആട്ട ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് പിന്നെ ഇച്ചിരി വെള്ളം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് പിന്നെ ദോശ മാവ് പോലെ നമുക്ക് ഉണ്ടാക്കി ഗൈസ്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചത് റെസിപ്പിയാണിത്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേര് ഞാൻ നോർമലായിട്ട് നമ്മുടെ പറയാം. ഇത് മുരിങ്ങ പൂ ഏല ഇതങ്ങനെ ആട്ടനകത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം അത് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാം. ചപ്പാത്തി പോലെ പരക്കാം, പിന്നെ പരട്ടാം. പിന്നെ അത് നമ്മുടെ ദോശ ഇല്ലേ ഗൈസ്, ദോശ പോലെ നമ്മുടെ ഉണ്ടാക്കാം. നമ്മുടെ ഏത് രീതിയിലൊന്നും നമ്മൾ വേണം നമ്മൾ ഉണ്ടാക്കാം. എൻ്റെ ഹസ്ബൻഡിക്ക് ഇത് എന്തോ ദോശ പോലെ ഇഷ്ടമാണ്. അതാ ഞാൻ ഇന്ന് ദോശ പോലെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഇതിനകത്ത് മുരിങ്ങപ്പൂ, മുരിങ്ങ ഇല, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഗൈസ് കുറച്ച് സവാള എടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ ലൂസായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. കണ്ട ഗൈസ്, ഉടനെ എങ്ങനെ നമ്മുടെ വെള്ളം ഇടണ്ട, കുറച്ച് വെള്ളം ഇട്ടിട്ട് നമുക്കങ്ങനെ ലൂസാക്കാം. ഇത് ദോശ പോലെ ഉണ്ടാക്കണുണ്ട് ഗൈസ്. അതാണ് ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ചപ്പാത്തി പോലെ എടുക്കണുണ്ട്. പിന്നെ നമുക്ക് ആ ചപ്പാത്തിയുടെ രീതിയിലനുസരിച്ച് നമുക്ക് അങ്ങനെ വെക്കാൻ മതി, കൂടുതൽ അങ്ങനെ ചെയ്യണ്ട ഗൈസ്. പിന്നെ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടാം, പക്ഷെ എനിക്ക് വെള്ള ഇഷ്ടമാണ്. അതാ ഞാൻ വെള്ള മാത്രം ഉണ്ടാക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇടുന്നില്ല. പിന്നെ ഇതിനകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ഇടാം. പക്ഷെ ഞങ്ങൾ മുളക് പൊടി ഗൈസ് ഒത്തിരി യൂസ് ചെയ്യത്തില്ല. അല്ല, മുളക് പൊടി എനിക്ക് ഇഷ്ടമില്ല, അത് ഞാൻ സ്കിപ്പ് ചെയ്ത് അത് ഇട്ടില്ല. പിന്നെ ഗൈസ് നമ്മുടെ ഇവിടെ കുക്ക് ചെയ്യുന്നത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു കൊച്ചുണ്ട് ഗൈസ്, കോക്കോ. എന്തോ വേണോ കോക്കോക്ക് ഗൈസ്? കോക്കോക്ക് ഇത് ചപ്പാത്തിയുടെ ഇത് മാവ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവന് ഞാൻ കൊടുത്തതാ ഗൈസ് കുറച്ചൊക്കെ, പക്ഷെ അവൾ കഴിച്ചില്ല. പിന്നെ ഗൈസ് ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് നമുക്ക് അടച്ചിട്ട് ഗൈസ് അടുത്തുണ്ടാക്കാൻ പോവാ ചട്നിനകത്ത് കാര്യം പുതിന, സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഉപ്പ്, പുളി എല്ലാം മിക്സാക്കിയിട്ട് മിക്സിനകത്ത് അരച്ചിട്ട് പിന്നെ ഇച്ചിരി ഇതിനെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അയക്കാൻ പോവുക ഗൈസ്. പിന്നെ ഇതിനകത്ത് ഇച്ചിരി ഇത് കുരുമുളക് ഇട്ട് ഗൈസ്, അത് പിന്നെ നമുക്ക് വേണം പിന്നെ ഇടാം, ഇല്ലാത്ത കുഴപ്പമില്ല, ഇട്ടില്ല പ്രശ്നമൊന്നുമില്ല. അതിന് നല്ല ടേസ്റ്റ് ആവും ഗൈസ്. ഇതാ ഗൈസ് ഞാൻ കുരുമുളക് ഇട്ട് ഗൈസ് ഞങ്ങളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതാ ഗൈസ് നമ്മളെ പുതിന ഇല ചമ്മന്തി. പിന്നെ ഗൈസ് ഞങ്ങൾ ഇപ്പം 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം 5 മിനിറ്റായി ചപ്പാത്തി മേക്കർ ഓൺ ആക്കിയിട്ട്. പിന്നെ ഗൈസ് നമ്മൾ ചപ്പാത്തി മേക്കറിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് അത് ഗൈസ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സർ അങ്ങനെ ഗൈസ് ഇത് നമ്മുടെ ഇഷ്ടം വരെയാണ്. ചെറുതാ വേണം വലുതാ വേണം നമ്മുടെ ഇഷ്ടം വരെ
ഉണ്ടാക്കാം. ഗൈസ് പിന്നെ പിള്ളേർക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് ഇത് കണ്ട ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ ഗൈസ് ഇത് നെയ്യ്. ഇത് നെയ്യ് ഇപ്പം അല്ല, ലാസ്റ്റിനകത്ത് ഞാൻ നെയ്യ് ഇടാം. പിടിക്കുക ചിലപ്പം. അതാ ഞാൻ പറഞ്ഞു എടുക്കുന്നുണ്ടോ? എടുത്തിട്ടില്ല. ഗൈസ് ഇതിന് നെയ്യിടാം. ഇപ്പം ലാസ്റ്റിനകത്ത് ഇതെല്ലാം റെഡിയായ സമയം ലാസ്റ്റിനകത്ത് മാത്രം നെയ്യിടണേ. പിന്നെ നമ്മൾ നെയ്യിട്ടില്ല പിന്നെ കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഇവിടെ നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതാണ് ഞാൻ നെയ്യിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഗൈസ് ഇത് റെഡിയായി. കണ്ട ഗൈസ് ഇത് നല്ല വധുമെന്തായി, നല്ല റെഡിയായി. तो गाइस देखिए सीधा आया ये प्लेट में, मेरे हस्बैंड की प्लेट में. കണ്ട ഗൈസ് എന്തൊക്കെയുണ്ട്? അച്ചാർ, പിന്നെ അത് കടലക്കറി, പിന്നെ പുതിനല്ല ചമ്മന്തി, അങ്ങനെ ഉണ്ട്. സൂപ്പറാണല്ലോ. ഇഷ്ടപ്പെട്ടെ? ആഹാ നല്ല